I'm so proud of myself today. കാരണം ഇന്ന് എനിക്ക് വളരെ ഹാർഡായിട്ടുള്ളൊരു ഡേ ആയിരുന്നു. ഇന്നെനിക്ക് വല്ലാതെ ടയേർഡായിട്ട് ഫീൽ ചെയ്തു. ഫിസിക്കലി ഞാൻ നല്ല ടയേർഡായിരുന്നു, മെൻ്റലി ഞാൻ ടയേർഡായിരുന്നു. പക്ഷേ ഞാൻ എൻ്റെ സെൽഫിൽ ഗിവ് അപ്പ് ചെയ്തില്ല. ഞാൻ എന്നെ ഓർത്ത് ഒരുപാട് അഭിമാനിക്കുന്നുണ്ട്. 180 ഡേയ്സ് ചാലഞ്ചിൻ്റെ ഡേ 19 ആയിരുന്നു ഇന്ന്. കഴിഞ്ഞ 19 ദിവസമായി കൺസിസ്റ്റൻ്റ് ആയിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട്, എൻ്റെ സെൽഫിന് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്. എനിക്ക് എന്നെ ഓർത്ത് നല്ല അഭിമാനമുണ്ട്. ഞാൻ എൻ്റെ കറേജ് കാണുന്ന സമയത്ത് ഞാൻ തന്നെ അഡ്മയർ ചെയ്യാറുണ്ട് എന്നെ. ഇപ്പോൾ എനിക്ക് കുറേ സെൽഫ് ലവും സെൽഫ് അക്സെപ്റ്റൻസ് ഒക്കെ വന്നു. ഞാൻ എന്നെ കൂടുതൽ കെയർ ചെയ്യാൻ തുടങ്ങി, എൻ്റെ ലൈഫിനെ ഒബ്സർവ് ചെയ്യാൻ തുടങ്ങി. എൻ്റെ ലൈഫിൽ നടക്കുന്ന റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന പാറ്റേൺസ് ഞാൻ റിയലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഞാൻ ഓരോ പാറ്റേൺസ് ബ്രേക്ക് ചെയ്യാൻ തുടങ്ങി. എനിക്ക് വേണ്ടിയിട്ട് സംസാരിക്കാൻ വേണ്ടി തുടങ്ങി. സെൽഫ് റെസ്പെക്റ്റ് ഒക്കെ തോന്നി തുടങ്ങുന്നുണ്ട്, കോൺഫിഡൻസ് വരുന്നുണ്ട്. എനിക്ക് എൻ്റെ പീരീഡ്സ് ആയിട്ടുണ്ട് ഇന്ന്. സോ എനിക്ക് നല്ല സിവിയറായിട്ട് സ്റ്റൊമക്ക് പെയിൻ ഉണ്ടായിരുന്നു ഇന്നെനിക്ക് വല്ലാതെ ടയേർഡായിപ്പോയി. എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. എന്നാലും ഞാൻ കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. ഞാൻ ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്തു. ഞാൻ കുറച്ച് നേരം നടന്നു. എനിക്ക് വർക്കൗട്ട് ചെയ്യാൻ, ഹെവി ആയിട്ടുള്ള ഒന്നും ചെയ്യാനുള്ള ഒരു ഹെൽത്ത് കണ്ടീഷൻ ആയിരുന്നില്ല ഇന്നെനിക്ക്. പക്ഷെ ഞാൻ നടന്നു. ഞാൻ പോർഷൻ കൺട്രോൾ ചെയ്ത് ഫുഡ് കഴിച്ചു. ഞാൻ ഇന്ന് എൻ്റെ കൂടെ ഞാൻ കുറേ നേരം ടൈം സ്പെൻഡ് ചെയ്തു. ഇന്ന് ഞാൻ കുറേ നേരം കരഞ്ഞു. കാരണം എനിക്ക് കുറേ സെൽഫ് ഡൗട്ട് വന്നു. എനിക്ക് കുറേ അധികം പെയിൻ ഫീൽ ചെയ്തു. ഞാൻ കുറേ നേരം കരഞ്ഞു. സാധാരണ ഞാൻ എന്നെ വളരെ ഹാർഷായിട്ട് ക്രിട്ടിസൈസ് ചെയ്യുന്ന ഒരാളായിരുന്നു, വെർബലി അബ്യൂസ് ചെയ്യുന്ന ഒരാളായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ എൻ്റെ അടുത്തൊരു ലവിങ് പാരൻറ്റിനെ പോലെയാണ് പെരുമാറുന്നത്. ഞാൻ എൻ്റെ കൂടെ ഇരുന്നു, എൻ്റെ ഇമോഷൻസിനെ വാലിഡേറ്റ് ചെയ്തു. ഞാൻ എന്നെ ഹഗ് ചെയ്തു, ഞാൻ എൻ്റെ കൂടെ ഇരുന്നു. ഇന്ന് എനിക്ക് ഇമോഷണലി കുറച്ച് ഹെവി ആയിട്ടുള്ള ഡേ ആയിരുന്നു. സ്റ്റിൽ ഐ ഷോ അപ്പ് ഫോർ മൈ സെൽഫ്. സോ വീഡിയോ ചെയ്യാനൊന്നും തോന്നുന്നില്ലായിരുന്നു. ഇമോഷണലി ഡൗൺ ആണ്, വല്ലാത്തൊരു അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. സ്റ്റിൽ ഐ എം ഷോയിങ് അപ്പ് ഫോർ മീ. എനിക്ക് എന്നെ ഓർത്ത് നല്ല അഭിമാനം തോന്നുന്നുണ്ട്. വല്ലാത്തൊരു റെസ്പെക്റ്റൊക്കെ എനിക്ക് എന്നോട് തന്നെ തോന്നുന്നുണ്ട്. എനിക്ക് ഗ്രോത്ത് കാണാൻ പറ്റുന്നുണ്ട് എൻ്റെ ലൈഫിൽ. അതുപോലെ തന്നെ ഞാൻ അൺകംഫർട്ടബിൾ ആവുന്നുണ്ട്. ഇതും പാർട്ട് ഓഫ് മൈ ഗ്രോത്ത്. എനിക്കറിയാം എൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ ജേർണിയിലാണ് ഞാനിപ്പോൾ. ഒരു പഴയ ഞാൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. പഴയ ശീലങ്ങൾ, ചിന്താഗതികൾ എല്ലാം മാറി പുതിയൊരു ആളായിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെതായ നല്ല മാറ്റങ്ങൾ കാണാനുണ്ട്. അതുപോലെ തന്നെ അൺകംഫർട്ടബിൾ ആവുന്നത് നല്ലൊരു സൈൻ തന്നെയാണ്, എനിക്കറിയാം. പക്ഷേ ഇന്നത്തെ ദിവസം വളരെയധികം ഹെവി ആയിരുന്നു. എനിക്ക് പെയിൻഫുൾ ആയിരുന്നു. എനിക്ക് സ്റ്റിൽ ഞാൻ ഈ വീഡിയോ എടുക്കുന്നതിന് മുന്നേ ഞാൻ കരയുമായിരുന്നു. ഞാൻ കുറേ നേരം എൻ്റെ അടുത്ത് സംസാരിച്ച് എന്നെ എൻകറേജ് ചെയ്തിട്ടാണ് ഇപ്പോൾ വീഡിയോ ചെയ്യുന്നത്. രാത്രി ഒരു 11:30 ടൈം ആയിട്ടുണ്ട് ഇപ്പോൾ. എനിക്ക് ഇതുവരെയും വീഡിയോ ചെയ്യാനൊന്നും പറ്റുന്നില്ല. എനിക്കൊന്നും എണീറ്റ് നിൽക്കാൻ തന്നെ പറ്റുന്നുണ്ടായിരുന്നില്ല. ബട്ട് സ്റ്റിൽ ഐ എം ഷോയിങ് അപ്പ് ഫോർ മീ. കാരണം എൻ്റെ ലൈഫിൽ എനിക്ക് ഒരുപാട് പ്രോമിസ് ഇതിന് മുന്നേ കൊടുത്തിട്ടുണ്ട്, ഒക്കെ ഞാൻ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ ഒരു തവണ എനിക്ക് എന്നോട് കൊടുത്തിട്ടുള്ള പ്രോമിസ് കീപ്പ് ചെയ്യണം തോന്നി. എനിക്കൊരു കമ്മിറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. എനിക്ക് അത് എന്താണെങ്കിലും കീപ്പ് ചെയ്തേ പറ്റുള്ളൂ. എനിക്ക് വേണ്ടി ഞാൻ നിന്നിട്ടില്ലെങ്കിൽ വേറെ ആരും വരില്ല. എനിക്കൊരു ഡ്രീമുണ്ട്. എനിക്ക് ഏറ്റവും ഹെൽത്തി ആയിട്ട്, ഹാപ്പി ആയിട്ട്, ഞാൻ ഇഷ്ടപ്പെടുന്ന വർക്ക് ചെയ്ത് സമാധാനത്തോടെ, സന്തോഷത്തോടെ എന്നെ സ്നേഹിച്ച്, എൻ്റെ ചുറ്റുമുള്ളവരെ സ്നേഹിച്ച്, എൻ്റെ വർക്ക് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്ത് എൻ്റെ ഏറ്റവും ബെസ്റ്റ് ഇവിടെ കൊടുത്തിട്ട് വേണം എനിക്ക് ഈ ഭൂമിയിൽ നിന്ന് പോകാൻ. അതാണ് എൻ്റെ ആഗ്രഹം. എനിക്ക് ഒരുപാട് ദൂരം ഇനി മുന്നോട്ട് പോകാനുണ്ട്. എൻ്റെ കയ്യിൽ ഒന്നുമില്ലാതെയാണ് ഞാൻ ഈ ജേർണി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ആകെപ്പാടുള്ളത് ഒരു ഡ്രീം, വലിയൊരു വിഷൻ ഉണ്ട്. അതിനു വേണ്ടിയിട്ട് വർക്ക് ചെയ്യാനുള്ളൊരു മനസ്സുണ്ട്. ഓരോ ദിവസവും ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഫിയേഴ്സിനെ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നെ തന്നെ ഞാൻ ഇങ്ങനെ ഡിസിപ്ലിനാക്കി, സ്കിൽസ് ബിൽഡ് ചെയ്ത്, ഫോക്കസ്ഡായി എൻ്റെ ഡ്രീമിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോ ദിവസവും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചില ദിവസം വല്ലാതെ ഹെവി ആയിട്ട് തോന്നും, ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഒരു ദിവസമായിരുന്നു ഇന്ന്. സ്റ്റിൽ ഞാൻ എനിക്ക് വേണ്ടി വർക്ക് ചെയ്തു. അതിൽ ഞാൻ എന്നെ അപ്രിഷ്യേറ്റ് ചെയ്യുന്നുണ്ട്. എനിക്ക് ഇന്ന് തോന്നിയൊരു കാര്യം എന്താണെന്നറിയോ? നമ്മളെ സെലിബ്രേറ്റ് ചെയ്യണം. നമ്മൾ എത്ര ദൂരമാണ് കടന്നു വന്നത്, നമ്മളതൊന്നും റിയലൈസ് ചെയ്യാറില്ല. നമ്മളുടെ ലൈഫിൽ എന്തെല്ലാം ചലഞ്ചസ് നമ്മൾ ഫേസ് ചെയ്തിട്ടുണ്ട്, എത്ര ബുദ്ധിമുട്ടുള്ള ഫേസുകൾ കടന്നു പോയിട്ടുണ്ട്. നമ്മളെ കൊണ്ട് അതൊന്നും കടന്നു പോകാൻ പറ്റില്ല എന്ന് നമ്മൾ വിചാരിച്ചിട്ടുണ്ട്. സ്റ്റിൽ നമ്മളതെല്ലാം കടന്നു വന്നു. അത് വലിയ കാര്യമാണ്.
ഇന്ന് ഞാൻ തന്നെ ഇരുന്ന് ആലോചിക്കും, അയ്യോ ഞാൻ അധികം ഒന്നും ചെയ്തില്ലല്ലോ, ഞാൻ കുറച്ച് നേരമല്ലേ പഠിച്ചുള്ളൂ, കുറച്ച് കാര്യങ്ങളല്ലേ ചെയ്തുള്ളൂ എന്ന്. ബട്ട് അതും ഒരു വിന്നാണ്. അത് ഞാൻ സെലിബ്രേറ്റ് ചെയ്യേണ്ടതാണ്. എൻ്റെ ഹെൽത്ത് കണ്ടീഷൻ ഓക്കെ ആയിരുന്നില്ല, മെൻ്റലി ഓക്കെ ആയിരുന്നില്ല, സ്റ്റിൽ ഞാൻ എനിക്ക് വേണ്ടി ഷോപ്പ് ചെയ്തു. ഞാൻ എൻ്റെ കൂടെ തന്നെ ഇരുന്ന് കുറേ നേരം കരഞ്ഞു. ഞാൻ തന്നെ എന്നോട് പറയണം, അയ്യോ ഞാൻ ഇന്ന് അധികം ഒന്നും ചെയ്തില്ല, ഐ ഫീൽ ലൈക്ക് ഐ എം നോട്ട് ഇനഫ്. അപ്പോൾ എൻ്റെ സെൽഫ് തന്നെ എന്നോട് പറയാണ്, അലീഷ നീ ഒന്ന് നോക്ക്, ഇന്ന് രാവിലെ നീ എണീറ്റു, നീ നിൻ്റെ റൂം ക്ലീൻ ചെയ്തു, നീ ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്തു, നിനക്ക് പഠിക്കേണ്ട കാര്യങ്ങൾ നീ പഠിച്ചു, നീ ആൾക്കാരുടെ അടുത്ത് കൈൻഡായിട്ട് ഇന്ന് പെരുമാറി, നിൻ്റെ അടുത്ത് നീ കൈൻഡായിട്ട് പെരുമാറി, ഹാർഷായിട്ട് പെരുമാറില്ല, പോർഷൻ കൺട്രോൾ ചെയ്ത് ഫുഡ് കഴിച്ചു, നിനക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ നീ കറക്റ്റായിട്ട് ചെയ്തു. അതൊക്കെ ഒരു വിന്നാണ്. അത് സെലിബ്രേറ്റ് ചെയ്യണം. എനിക്ക് 1 മണിക്കൂറൊന്നും വർക്കൗട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല, പക്ഷെ ഒരു അരമണിക്കൂർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. കുറച്ച് നേരം നല്ല രീതിയിൽ ഞാൻ നടക്കാൻ പോയി പുറത്ത്. എനിക്ക് കട്ടിൽ നിന്ന് എണീക്കാൻ തന്നെ തോന്നില്ല, പക്ഷെ ഞാൻ സ്റ്റിൽ എനിക്ക് വേണ്ടിയിട്ട് ഷോപ്പ് ചെയ്തു. അത് വിന്നാണ്. എനിക്ക് വീഡിയോ എടുക്കാൻ തോന്നുന്നില്ല, എന്നാലും നീ വീഡിയോ എടുക്കാൻ പോവുകയാണ്, അതൊരു വിന്നാണ്. എൻ്റെ സെൽഫ് എന്നോട് തന്നെ ഇങ്ങനെ കാണിച്ചു തരാണ് ഞാൻ ചെയ്ത ഓരോ കാര്യങ്ങളും. ഞാൻ എൻ്റെ സെൽഫ് ടോക്കൊക്കെ ഇപ്പോൾ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. ഒരുപാട് മാറ്റം എനിക്ക് വരുന്നുണ്ട്, വിസിബിളായി തുടങ്ങുന്നുണ്ട്. സ്റ്റിൽ ഒരുപാട് റെസിസ്റ്റൻസിലൂടെയൊക്കെയാണ്, സ്റ്റിൽ എനിക്ക് ഒരുപാട് റെസിസ്റ്റൻസ് ഉണ്ട്, ഒരുപാട് അൺകംഫർട്ടബിൾ ആവുന്നുണ്ട് ഞാനിപ്പോൾ. പക്ഷെ ഞാൻ ഈ വർഷം തുടങ്ങിയപ്പോൾ എനിക്ക് കൊടുത്ത പ്രോമിസ് ആയിരുന്നു, ഈ വർഷം മുതൽ എന്നെ ഏറ്റവും കൂടുതൽ അൺകംഫർട്ടബിൾ ആക്കുന്ന സിറ്റുവേഷനിൽ ഞാൻ എന്നെ കൊണ്ടിടും, എൻ്റെ ഫിയേഴ്സ് ഞാൻ ബ്രേക്ക് ചെയ്യും, അതിനെ ഫേസ് ചെയ്യുന്നുള്ളത്. അതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താണെങ്കിലും ഞാൻ എന്നെക്കുറിച്ച് ഓർത്ത് ഒരുപാട് പ്രൗഡാണ്. അങ്ങനെ ഞാൻ സക്സസ്ഫുള്ളി 19 ദിവസം കംപ്ലീറ്റ് ചെയ്തു. കഴിഞ്ഞ 19 ദിവസം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ഞാൻ പഠിച്ചു, ഒരുപാട് കാര്യങ്ങൾ അൺലേൺ ചെയ്തു. ഞാൻ എൻ്റെ ലൈഫിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്ന ഒരിക്കലും വിചാരിച്ചിട്ടില്ല. ഇത് ഫസ്റ്റ് ടൈമാണ് ഞാൻ ഈ ഒരു കാര്യം എക്സ്പീരിയൻസ് ചെയ്യുന്നത്, കൺസിസ്റ്റൻസി. എനിക്ക് ഒരുപാട് തവണ ഗിവപ്പ് ചെയ്യാൻ തോന്നുന്നുണ്ട്, മോട്ടിവേഷൻ ഒന്നും ഇല്ലാതാവുന്നുണ്ട്, എനിക്ക് വല്ലാത്ത സങ്കടം, അതുപോലെ പല കാര്യങ്ങളും ട്രിഗർ ആവുന്നുണ്ട്, ഞാനത് ഹീൽ ചെയ്യുന്നുണ്ട്, എൻ്റെ കൂടെ ഇരിക്കുന്നുണ്ട്. ഇത് വല്ലാത്തൊരു ഇൻ ആൻഡ് ഔട്ട് ട്രാൻസ്ഫോർമേഷൻ, ഒരു 360 ഡിഗ്രി ലൈഫിൻ്റെ എല്ലാ ഏരിയയിലും ഗ്രോത്ത് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ട്രിഗർ ആവുന്നുണ്ട്. പക്ഷേ എൻ്റെ ലൈഫിൽ ഇപ്പം നടക്കുന്ന എല്ലാം നല്ലതിനാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം പല പ്രശ്നങ്ങളും എൻ്റെ ലൈഫിൽ ഇപ്പോൾ വരുന്നത് അത് ഞാൻ അതിനെ നോട്ടീസ് ചെയ്യാനും അതിൽ വർക്ക് ചെയ്യാനും വേണ്ടിയിട്ടാണ്. എനിക്ക് നന്നായിട്ട് അറിയാം, എൻ്റെ ഒരു ബെസ്റ്റ് വേർഷൻ ആവാൻ വേണ്ടിയിട്ടാണ്. എനിക്കറിയാം എൻ്റെ ലൈഫിലുള്ള എല്ലാ കാര്യങ്ങളും ബ്ലെസ്സിങ് ആണ്, അതെല്ലാം എന്നെ ഗ്രോ ചെയ്യാനാണ് ഹെൽപ്പ് ചെയ്യുന്നത്. റൈറ്റ് നൗ ഐ എം ഫീലിംഗ് സോ അൺകംഫർട്ടബിൾ. എനിക്ക് ഒന്നും ചെയ്യാൻ തോന്നില്ല, എനിക്ക് ഇതെല്ലാം ഇട്ടിട്ട് എങ്ങോട്ടെങ്കിലും പോകണം, എനിക്ക് കംഫർട്ട് സോണിൽ ഇരുന്നാൽ മതി, എനിക്കിതൊന്നും ബ്രേക്ക് ചെയ്യേണ്ടെന്നാണ് ഉള്ളിൽ നിന്ന് വരുന്നത്. പക്ഷേ ഐ നോ എനിക്കൊരു ഡ്രീമുണ്ട്, എൻ്റെ ഉള്ളിൽ പൊട്ടൻഷ്യൽ ഉണ്ട്. ബട്ട് ഐ ഹാവ് ടു പോളിഷ് ദാറ്റ്, ഐ ഹാവ് ടു വർക്ക് ഫോർ മൈ സെൽഫ്, ഐ ഹാവ് ടു ബിൽഡ് മൈ സ്കിൽസ്. ഇതൊന്നും ഞാൻ ചെയ്തിട്ടില്ലെങ്കിൽ എനിക്ക് ഒരിക്കലും എൻ്റെ സ്വപ്നത്തിൽ എത്താൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ എനിക്ക് വേണ്ടി ഷോപ്പ് ചെയ്യാണ്. ഐ ആം സോ 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 പ്രൗഡ് ഓഫ് മൈ സെൽഫ്. എനിക്ക് നിങ്ങളോടും പറയാനുള്ളത്, ലൈഫിൽ മാറണം എന്നുണ്ടെങ്കിൽ അൺകംഫർട്ടബിൾ ആവാൻ റെഡി ആയിക്കോളാം. അൺകംഫർട്ടബിൾ ആയിട്ടുള്ള സെൻസേഷൻസ് വരുമ്പോൾ ഇട്ടിട്ട് പോവാതിരിക്കുക. എനിക്ക് ഒരുപാട് പ്രാവശ്യം ഇട്ടിട്ട് പോകാൻ തോന്നുന്നുണ്ട്. പക്ഷെ ഞാൻ കണ്ണാടിയിൽ എൻ്റെ മുഖം കാണുമ്പോൾ, എൻ്റെ കണ്ണിലേക്ക് നോക്കുന്ന സമയത്ത് അവിടെ ഒരാൾ എന്നോട് പറയുന്നുണ്ട്, ഗിവപ്പ് ചെയ്യരുത്, മുന്നോട്ട് പോ, റിസൾട്ട് കാണുന്നില്ലെങ്കിലും മുന്നോട്ട് പോ, നിനക്ക് വേണ്ടി വർക്ക് ചെയ്യ്, ബോഡി സെറ്റ് ആയിക്കോളും, നീ നിൻ്റെ ഹെൽത്ത് നീ ടേക്ക് കെയർ ചെയ്യുന്നുണ്ടല്ലോ, ഇതുപോലെ തന്നെ എല്ലാ ദിവസവും നീ പോർഷൻ കൺട്രോൾ ചെയ്യ്, നീ വർക്കൗട്ട് ചെയ്യ്, നീ നിൻ്റെ കമ്മ്യൂണിക്കേഷൻ ബെറ്റർ ആയിക്കോളും, നീ എല്ലാ ദിവസവും വീഡിയോ ചെയ്യ്, നീ പ്രാക്ടീസ് ചെയ്യ്, നീ പഠിക്ക്. എൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ എന്നോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരാൾ. ആ ആളെ കാണുന്ന സമയത്ത് ഗിവപ്പ് ചെയ്യാൻ തോന്നുന്നില്ല. എനിക്ക് കരച്ചിലൊക്കെ വരുന്നുണ്ട്, എനിക്ക് വല്ലാത്ത സെൽഫ് ഡൗട്ട് വരുന്നുണ്ട്, സങ്കടം വരുന്നുണ്ട്. പക്ഷെ ഞാൻ ഗിവപ്പ് ചെയ്യാൻ തയ്യാറല്ല. എനിക്കറിയാം ഒരു നല്ല ദിവസം വരും എൻ്റെ ജീവിതത്തിൽ. ആ നല്ല ദിവസം വരണം എന്നുണ്ടെങ്കിലുണ്ടല്ലോ, ഞാൻ ആഗ്രഹിച്ച പോലെ ഞാൻ ജീവിക്കണം എന്നുണ്ടെങ്കിൽ ഇനിയുള്ള ഓരോ ദിവസവും ഞാൻ കോൺഷ്യസ്ലി ഞാൻ ഡിസിഷൻസ് എടുക്കണം. അതുപോലെ ഞാൻ എൻ്റെ സെൽഫിൽ വർക്ക് ചെയ്യണം. ഞാൻ അൺകംഫർട്ടബിൾ ആവാൻ റെഡി ആവണം, പുതിയ കാര്യങ്ങൾ പഠിക്കാൻ റെഡി ആവണം, എംബാരസ്ഡ് ആവാൻ റെഡി ആവണം. എനിക്കറിയാം ഞാൻ ഉറപ്പായിട്ടും എൻ്റെ സെൽഫിൽ ഞാൻ ഗിവപ്പ് ചെയ്യാനേ പോകുന്നില്ല. ഞാനത് എനിക്ക് കൊടുത്ത പ്രോമിസ്. എത്ര തവണ വീണു പോയാലും എന്തൊക്കെ എൻ്റെ ലൈഫിൽ ഇനി സംഭവിച്ചാലും ശരി, ഞാൻ ഗിവപ്പ് ചെയ്യാൻ റെഡിയല്ല.
ഒരുപാട് കാലം ഞാൻ ഹൈഡ് ചെയ്ത് ജീവിച്ചു. ഒരുപാട് കാലം എനിക്ക് ഭംഗിയില്ല, എനിക്ക് കഴിവില്ല, അല്ലെങ്കിൽ എനിക്കൊന്നും അറിയില്ല, എന്നെ ഗൈഡ് ചെയ്ത് തരാൻ ആരുമില്ല, അല്ലെങ്കിൽ എനിക്കിതിലേക്ക് എങ്ങനെ എത്തണം എന്നറിയില്ല, എനിക്ക് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞൊക്കെ ഇരുന്നു. പക്ഷേ ഞാൻ വിചാരിച്ചു, എന്താണെങ്കിലും ഒരു ജീവിതമുള്ളൂ, എനിക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. മരിക്കുന്നതിന് മുന്നേ ഒരു സംതൃപ്തിയെങ്കിലും ഉണ്ടാവുമല്ലോ. ഞാൻ അറ്റ്ലീസ്റ്റ് ട്രൈ ചെയ്തു, എന്നെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ ചെയ്തു. ഇത് നടന്നാലും ഇല്ലേലും ഒരു കുഴപ്പമില്ല, അറ്റ്ലീസ്റ്റ് ഞാൻ എനിക്ക് വേണ്ടി വർക്ക് ചെയ്തു എന്നുള്ളൊരു സംതൃപ്തിയെങ്കിലും എനിക്ക് വേണം. സോ എൻ്റെ ലൈഫിൽ ഇതുവരെ ഞാൻ അങ്ങനെ ഒരു ഫോക്കസ് വെച്ചിട്ട്, ഒരു മൈൻഡ് സെറ്റ് വെച്ചിട്ട് ഒന്നിലേക്ക് ഇറങ്ങിയിട്ടില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ കയ്യിലൊന്നുമില്ല, എൻ്റെ കൂടെ എന്നെ ഗൈഡ് ചെയ്ത് തരാൻ ആരുമില്ല. ഞാൻ വളരെയധികം മെൻ്റലി ഫിസിക്കലി ഒക്കെ ഒരുപാട് ചലഞ്ചസ് ഫേസ് ചെയ്യുന്നുണ്ട്, ഒരുപാട് പ്രഷർ ഫേസ് ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്കിഷ്ടമുള്ള ഒരു ലൈഫ് എനിക്ക് ജീവിക്കണം, എനിക്ക് എൻ്റെ ഡ്രീംസിലേക്ക് എത്തണം. ഒരുപാട് ദൂരം പോകാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ബട്ട് ഐ ആം ഗോയിങ് ടു ഡൂ ദാറ്റ്. ഒന്ന് ട്രൈ എങ്കിലും ചെയ്ത് നോക്കിയില്ലെങ്കിൽ എനിക്കൊരു മനസ്സമാധാനം ഉണ്ടാവില്ല. ഇപ്പോൾ ഞാൻ വളരെ അൺകംഫർട്ടബിളാണ്, എനിക്ക് കരച്ചിൽ വരുന്നുണ്ട്, പക്ഷെ എനിക്ക് കരയുന്ന വീഡിയോ ഇടണമെന്നില്ല. സോ ഞാൻ എന്തിനാണ് ഇതൊക്കെ റെക്കോർഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് വർഷം കഴിയുമ്പോൾ ഇതൊക്കെ ഗോൾഡായിരിക്കും. ഇതൊക്കെ എടുത്തു കാണുന്ന സമയത്ത് ഞാൻ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് ഞാൻ ഉറപ്പായിട്ടും എത്തിയിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം. ഞാൻ സക്സസ്ഫുള്ളി 19 ദിവസം കംപ്ലീറ്റ് ചെയ്തു. ഞാൻ ഒരുപാട് ഹാപ്പിയാണ് അതിൽ. റൈറ്റ് നൗ ഐ എം ഗോയിങ് ത്രൂ സോ മച്ച് അൺകംഫർട്ടബിൾ ഇമോഷൻസ് ആൻഡ് ഫിസിക്കലി ആണെങ്കിലും ഒരുപാട് പെയിൻ ഞാൻ അനുഭവിക്കുന്നുണ്ട്. എന്നാലും കുഴപ്പമില്ല, ദിസ് ഈസ് ഓൾ പാർട്ട് ഓഫ് മൈ ജേർണി. സോ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, ഓൾവേസ് ഇൻവെസ്റ്റ് ഇൻ യുവർ സെൽഫ്, ബി ജെൻറ്റിൽ വിത്ത് യുവർ സെൽഫ്. സോ ഞാൻ സക്സസ്ഫുള്ളി 19 ദിവസം കംപ്ലീറ്റ് ചെയ്തു. സോ ഐ എം സോ പ്രൗഡ് ഓഫ് മൈ സെൽഫ്. താങ്ക് യു സോ മച്ച് ഫോർ യുവർ വാല്യുബിൾ ടൈം മൈ ഡിയേഴ്സ്, ആൻഡ് ഐ ലവ് യു ഓൾ. ഗോഡ് ബ്ലെസ് യു. നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു ജീവിതം ജീവിക്കാൻ പറ്റട്ടെ. നമ്മൾ വെറുതെ വിഷ്വലൈസ് ചെയ്തിട്ടോ അഫർമേഷൻ ചെയ്തിട്ടോ കാര്യമില്ല, ആക്ഷൻ എടുക്കണം. നമ്മൾ ഫീൽ ചെയ്യണം, വിഷ്വലൈസ് ചെയ്യണം, അഫർമേഷൻ ചെയ്യണം, വിഷൻ ബോർഡ് സെറ്റ് ചെയ്യണം, ഒക്കെ വേണം. അതിൻ്റെ കൂടെ ആക്ഷൻ എടുക്കണം. ഇതെല്ലാം കൂടെ ഒന്നിച്ച് വരുമ്പോൾ മാത്രമേ ഒരു കാര്യം വരുള്ളൂ, ഒരു കാര്യം മാനിഫെസ്റ്റ് ആവത്തുള്ളൂ. അല്ലാതെ വെറുതെ നമ്മൾ വിഷ്വലൈസ് ചെയ്തിട്ടോ അഫർമേഷൻ പറഞ്ഞിട്ട് പിന്നെ നമ്മൾ ആക്ഷൻ എടുത്തിട്ടില്ലെങ്കിൽ ഒരു കാര്യവും നടക്കാൻ പോകുന്നില്ല. സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ജീവിതം ജീവിക്കാനുള്ള ഒരു ധൈര്യം കാണിക്കുക, നിങ്ങൾ എക്സ്പ്രസ് ചെയ്യുക, ഒത്തൻറ്റിക് ആയിട്ടിരിക്കുക. അതുപോലെ നമ്മളെ തന്നെ ഒന്ന് ചേർത്ത് പിടിക്കുക, അതൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇന്ന് ഞാൻ ഒരുപാട് കരഞ്ഞിട്ടുണ്ട്, പക്ഷെ ഞാൻ എന്നെ തന്നെ ഹഗ് ചെയ്ത് എന്നോട് സ്നേഹത്തോടെ സംസാരിച്ച് എൻ്റെ കൂടെ ഇരുന്നപ്പോൾ എനിക്ക് വല്ലാത്തൊരു സ്ട്രെങ്ത് ഫീൽ ചെയ്തു. ഞാൻ സാധാരണ കരയുമ്പോഴൊക്കെ ഞാൻ എപ്പോഴും വിചാരിക്കുന്നത്, ആരെങ്കിലും എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ, ആരെങ്കിലും എന്നെ ഹഗ് ചെയ്തിരുന്നെങ്കിൽ എന്നൊക്കെ. ഞാൻ എപ്പോഴും പുറത്തേക്ക് നോക്കിയിരിക്കുമായിരുന്നു, ആരെങ്കിലും ഒന്ന് വന്നിരുന്നെങ്കിൽ എന്ന്. പക്ഷെ ഇപ്പം ഞാനത് സ്വയം എനിക്ക് കൊടുക്കാൻ തുടങ്ങി. എനിക്കപ്പോൾ വല്ലാത്തൊരു സ്ട്രെങ്ത് ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ ആർക്കും വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല, ഞാൻ തന്നെ ഓക്സിജൻ മാസ്ക് ആദ്യം വെക്കണം, ഞാൻ തന്നെ എന്നെ ആദ്യം സ്നേഹിക്കണം. എനിക്ക് എന്നെ സ്നേഹിക്കാൻ പറ്റുന്നുണ്ട്, എൻ്റെ കൂടെ ഇരിക്കാൻ പറ്റുന്നുണ്ട്, നല്ല ചേഞ്ചസ് എൻ്റെ ലൈഫിൽ കാണാൻ പറ്റുന്നുണ്ട്. ഇന്നത്തെ ദിവസം അൺകംഫർട്ടബിൾ ആയിരുന്നു, ഒരുപാട് കാര്യങ്ങളിലൂടെ കടന്നുപോയി. സ്റ്റിൽ ഞാൻ എനിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്. സോ എനിക്ക് നിങ്ങളോടും പറയാനുള്ളത്, അൺകംഫർട്ടബിൾ ആകുമ്പോൾ ഇട്ടിട്ട് പോകരുത്. ലൈഫ് മാറണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നിങ്ങൾക്ക് ജീവിക്കണം എന്നുണ്ടെങ്കിൽ അൺകംഫർട്ടബിൾ ആവാൻ റെഡി ആയിക്കോളാം. നിങ്ങൾ ഈ കംഫർട്ട് സോണിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് ഗ്രോത്ത് ഉണ്ടാവില്ല. ഗ്രോത്ത് വേണോ, അൺകംഫർട്ടബിൾ ആവാൻ റെഡി ആവുക, നല്ല രീതിയിൽ പണിയെടുക്കുക. നല്ല രീതിയിൽ പണിയെടുത്താൽ മാത്രമേ മാറാൻ പറ്റുള്ളൂ. നമ്മുടെ ശീലങ്ങൾ മാറണം, ചിന്തകൾ മാറണം, നമ്മുടെ ഈ മടീനെ നമ്മൾ മറികടക്കണം. നമ്മുടെ മൈൻഡ് ഒരുപാട് എക്സ്ക്യൂസ് കൊണ്ടുത്തരും, അതിനൊന്നും കേട്ടിരിക്കരുത്. ഇമോഷൻസിനെ വാലിഡേറ്റ് ചെയ്യണം, ഹീൽ ചെയ്യണം, പുതിയ കാര്യങ്ങൾ പഠിക്കണം, എംബാരസ്ഡ് ആവാൻ റെഡി ആവണം. ഇതൊന്നും അത്ര എളുപ്പമായിട്ടുള്ള കാര്യമല്ല. ഇത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഗ്രോ ആവണോ നിങ്ങളുടെ ലൈഫിൽ, അൺകംഫർട്ടബിൾ ആവണം. ഇല്ലാതെ നമുക്കൊരിക്കലും കംഫർട്ട് നോക്കിയിരുന്നു എവിടെയും നമ്മൾ എത്തില്ല. ഫൈൻ, ഡോണ്ട് വെറി, അലീഷ, എവറിത്തിങ് വിൽ ബി. ഒരു സന്തോഷമായിരിക്കും, സമാധാനമായിരിക്കും. നിങ്ങളും ഇപ്പോൾ പെയിൻഫുൾ ആയിട്ടുള്ള കാര്യങ്ങളിലൂടെ നിങ്ങളുടെ ലൈഫിൽ പോകുന്നതെങ്കിൽ, ഐ എം സെൻഡിങ് യു സോ മച്ച് ലവ് ആൻഡ് പ്രേയേഴ്സ്. എവറിത്തിങ് വിൽ ബി ഫൈൻ, ഡോണ്ട് വെറി അബൌട്ട് എനിത്തിങ് എൽസ്. അൺകംഫർട്ടബിൾ ആവുന്നതും പെയിൻ വരുന്നതും ഇതൊക്കെ ലൈഫിൻ്റെ ഒരു പാർട്ടാണ്. നമ്മളെ ഇഗ്നോർ ചെയ്യാതിരിക്കുക, നമ്മുടെ കൂടെ ഇരിക്കുക, നമ്മളെ എൻകറേജ് ചെയ്യുക,
നമുക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ പഠിക്കുക, ഒരു ധൈര്യം കാണിക്കുക മുന്നോട്ടേക്ക് വരാൻ. നിങ്ങൾ ടയേർഡായി കഴിഞ്ഞാൽ നിങ്ങൾ ഹെൽപ്പ് എടുക്കുക, നിങ്ങൾ റെസ്റ്റ് എടുക്കുക, എന്നിട്ട് മുന്നോട്ടേക്ക് പോവുക. എല്ലാം ശരിയാവും, നിങ്ങളൊന്നും വിഷമിക്കണ്ട. എന്നോടും കൂടെയാണ് ഞാൻ പറയുന്നത്. ഡോണ്ട് വെറി അബൌട്ട് എനിത്തിങ് എൽസ്, യു ആർ ഡൂയിങ് ഗുഡ് ആൻഡ് ഐ എം സോ പ്രൗഡ് ഓഫ് യു. എനിക്ക് എന്നെ കാണുന്ന സമയത്ത് ഒരുപാട് ഞാൻ പ്രൗഡാണ്. ആൻഡ് ഐ ലവ് മൈസെൽഫ് സോ മച്ച്. ഐ ലവ് ആൻഡ് ഐ അക്സെപ്റ്റ് മൈസെൽഫ് ആസ് ഐ ആം. ജീവിതത്തിൽ ഇതുവരെ എന്നെ ഞാൻ ഇതുപോലെ സ്നേഹിച്ചിട്ടില്ല, അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. എൻ്റെ മുഖം പോലും ഞാൻ കണ്ണാടി നോക്കാത്ത ഒരുപാട് വർഷങ്ങളുണ്ട്. എന്നെ ഞാൻ വെറുത്തിട്ടുണ്ട് ഒരുപാട്. പക്ഷെ ഞാനിപ്പോൾ ഉണ്ടല്ലോ, ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നതും ഒരുപാട് കടപ്പാടുള്ളത് എനിക്ക് എന്നോടും എൻ്റെ ഈ ശരീരത്തോടൊക്കെയാണ്. ഞാൻ ഒരുപാട് വെറുത്തിരുന്നു എൻ്റെ ശരീരത്തെ, എന്നെ. പക്ഷെ നൗ ഐ എം ഇൻ ലവ് വിത്ത് മീ. സോ എല്ലാവർക്കും ഗുഡ് നൈറ്റ്, ബൈ, നാളെ കാണാം.